ഒ എസ് മൊഡ്യൂൾ 1 ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് 3 മാർക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒ എസ് ഇൻട്രൊഡക്ഷൻ ആൻഡ് സർവീസസ് ആണ്. അപ്പോൾ നമ്മളോട് ബേസിക് ആയിട്ട് വാട്ട് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡിഫൈൻ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് പ്രൈമറി ഗോൾസ്. അപ്പോൾ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? നമുക്കറിയാം, നമ്മുടെ സോഫ്റ്റ്വെയർ സിസ്റ്റവും ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. An operating system is a software that acts as an intermediary between a computer user and the computer hardware. ഇനി അതിൻ്റെ പ്രൈമറി ഗോൾസ് എന്തൊക്കെയാണ്? യൂസർ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യണം, പിന്നെ യൂസറിൻ്റെ പ്രോബ്ലംസ് എല്ലാം ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റണം, മേക്ക് ദ കമ്പ്യൂട്ടർ സിസ്റ്റം കൺവീനിയൻറ്റ് ടു യൂസ് ആൻഡ് യൂസ് ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഇൻ ആൻ എഫിഷ്യൻറ്റ് മാനർ. അതായത് എഫിഷ്യൻ്റായിട്ട് നമുക്ക് എങ്ങനെ ഒരു കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് ഒ എസിൻ്റെ ഗോൾസ് എന്ന് പറയുന്നത്. ഇനി ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ മോണോലിത്തിക് ആൻഡ് മൈക്രോ കെർണൽ ആർക്കിടെക്ചർ. ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മോണോലിത്തിക് കെർണൽ എന്ന് പറഞ്ഞാൽ ഒ എസിലെ എല്ലാ സർവീസസും കെർണൽ സ്പേസിലായിരിക്കും റൺ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എക്സിക്യൂഷൻ ഫാസ്റ്റ് ആയിരിക്കും, പക്ഷേ മെയിൻ്റനൻസ് കുറച്ച് പാടായിരിക്കും, കാരണം എല്ലാം ഒരുമിച്ചല്ലേ ഇരിക്കുന്നത്. ഇനി മൈക്രോ കെർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യൽ ആയിട്ടുള്ള സർവീസസ് മാത്രമായിരിക്കും കെർണലിൽ റൺ ചെയ്യുന്നത്, ബാക്കിയെല്ലാം യൂസർ സ്പേസിലായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മൊഡുലാരിറ്റിയും റിലയബിലിറ്റിയും ഇൻക്രീസ് ചെയ്യും, പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഓവർ ഹെഡ് ആയിരിക്കും. അതായത് മൈക്രോ കെർണൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാം ഒരുമിച്ചായിരിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? കമ്മ്യൂണിക്കേഷൻ ഈസി ആയിരിക്കും, ത്രെഡ്സ് വെച്ച് ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷേ യൂസർ സ്പേസും കെർണൽ സ്പേസും ആയിട്ട് വരുമ്പോഴത്തേക്കിനും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ മോണോലിത്തിക് കെർണലും മൈക്രോ കെർണലും നമുക്ക് വേണമെങ്കിൽ 9 മാർക്കിനും ചോദിക്കാവുന്നതേ ഉള്ളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സിസ്റ്റം ബൂട്ട് സീക്വൻസ്. ഇതും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറച്ചുകൂടെ വൃത്തിക്ക് എഴുതാം. ഇപ്പം ഞാൻ ജസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടേ ഉള്ളൂ. അത് നമ്മളൊരു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പം CPU ഇനിഷ്യലൈസ് ആവും, എന്നിട്ട് ബയോസ് അല്ലെങ്കിൽ UEFI എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് റോമിൽ നിന്ന് റൺ ചെയ്യിക്കും. ഈ ബയോസ് ഒരു ടെസ്റ്റ് പെർഫോം ചെയ്യും, അത് നമ്മൾ പോസ്റ്റ് എന്നാണ് പറയുന്നത്, പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് ചെന്നിട്ട് സിസ്റ്റം ഡിസ്കിലെ ബൂട്ട് ലോഡറിനെ ലൊക്കേറ്റ് ചെയ്യും. ഈ ബൂട്ട് ലോഡർ ഒ എസ് കെർണലിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. ഇനി മെമ്മറിയിലേക്ക് ലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മുടെ കൺട്രോള് അതിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഈ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കിനും അത് സിസ്റ്റം സർവീസസിനെ ഇനിഷ്യലൈസ് ചെയ്യും, യൂസർ ഇൻ്റർഫേസും ഇനിഷ്യലൈസ് ചെയ്യും. ഇതാണ് സിസ്റ്റം ബൂട്ട് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഓർഡർ ഉണ്ട്, അത് പഠിക്കണം. ആദ്യമേ CPU ഇനിഷ്യലൈസസ് ആൻഡ് റൺ ദ ബയോസ്, പിന്നെ ദ ബയോസ് പെർഫോം പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ആൻഡ് ലൊക്കേറ്റ് ദ ബൂട്ട് ലോഡർ ഇൻ ദ സിസ്റ്റം ഡെസ്ക്. ദ ബൂട്ട് ലോഡർ ലോഡ്സ് ദ കെർണൽ ഇൻ ടു ദ സിസ്റ്റം മെമ്മറി ആൻഡ് ട്രാൻസ്ഫേഴ്സ് ദ കൺട്രോൾ ടു ഇറ്റ്, which then initializes system services and the user interface. ഇനി സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് പ്രോസസ് കൺസെപ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ പ്രോസസ് ഇൻ്റർഫേസസ് ആണ് വരുന്നത്. അതിൽ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ 5 സ്റ്റേറ്റ് പ്രോസസ് മോഡൽ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു പ്രോസസ് ക്യാൻ ബി ഇൻ വൺ ഓഫ് ദി സ്റ്റേറ്റ്സ്. നമുക്കൊരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ അത് ഈ കൊടുത്തിരിക്കുന്ന 5 സ്റ്റേറ്റിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലാവാം. ഒന്നാമത്തത് ന്യൂ, പ്രോസസ്സ് ക്രിയേറ്റ് ആവുന്നതേ ഉള്ളൂ. ഇനി റെഡി ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രോസസ്സ് റെഡിയാണ്, അതായത് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ റെഡി എന്ന് പറയുന്നത്. ഇനി റണ്ണിങ് ആണെന്നുണ്ടെങ്കിലോ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ റണ്ണിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. വെയിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇവൻറ്റ് നടക്കാൻ വേണ്ടി, അതായത് എന്തെങ്കിലും ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഇവൻറ്റ് നടക്കാൻ വേണ്ടി നമ്മൾ പ്രോസസ്സ് വെയിറ്റ് ചെയ്യുന്നതിനാണ് വെയിറ്റിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി ടെർമിനേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ ഫിനിഷായി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് ആൻഡ് വാട്ട് ഡസ് ഇറ്റ് ഹോൾഡ്? PCB അല്ലെങ്കിൽ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ് PCB. അതിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവും, അതായത് പ്രോസസ് സ്റ്റേറ്റ്, പ്രോഗ്രാം കൗണ്ടർ, CPU രജിസ്റ്റേഴ്സ്, CPU ഷെഡ്യൂളിംഗ് ഇൻഫർമേഷൻ, മെമ്മറി മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ഇൻഫർമേഷൻ. ഇത്രയും കാര്യങ്ങളെല്ലാം PCBയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം ഡേറ്റ ഹോൾഡ് ചെയ്യുന്നതാണ് PCB. PCB എന്ന് പറയുന്നത് OS മാനേജ് ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചർ പ്രോസസ്സാണ്. ഡിസ്ക്രൈബ് ദ മെക്കാനിസം ഓഫ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്.
കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സ്റ്റോറിങ് ദ സ്റ്റേറ്റ് ഓഫ് എ കറണ്ട് പ്രോസസ് സോ ഇറ്റ് ക്യാൻ ബി റെസ്യൂംഡ് ലേറ്റർ. അത് നമ്മളിപ്പോൾ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ആ പ്രോസസ്സിൻ്റെ സ്റ്റേറ്റിനെ ഞാൻ അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന അത്രയും ഭാഗം സ്റ്റോർ ചെയ്തിട്ട് വേറെ പ്രോസസ്സ് ചെയ്യാൻ പോയി എന്ന് വിചാരിക്കുക. ഇനി കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ നിർത്തിയെടുത്തുന്ന ആ പ്രോസസ്സിനെ വീണ്ടും തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. അതായത് കറണ്ട് പ്രോസസ്സ് നമ്മൾ എവിടെയാണോ നിർത്തിയത് അതിനെ അത്രയും സ്റ്റോർ ചെയ്ത് വെക്കും. നമുക്ക് വേണ്ടപ്പോൾ അത് റെസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി റെസ്യൂംഡ് ലേറ്റർ ആൻഡ് ലോഡിംഗ് ദ സേവ്ഡ് സ്റ്റേറ്റ് ഫോർ എ ന്യൂ പ്രോസസ്. ദിസ് അലൗസ് മൾട്ടിപ്പിൾ പ്രോസസ്സസ് ടു ഷെയർ എ സിംഗിൾ CPU. ഇറ്റ് ഈസ് ആൻ ഓവർ ഹെഡ് ബിക്കോസ് ദ സിസ്റ്റം ഡസ് നോ യൂസ്ഫുൾ വർക്ക് വൈൽ സ്വിച്ചിങ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു സിംഗിൾ CPUവിൽ മൾട്ടിപ്പിൾ പ്രോസസ്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം യൂസ്ഫുൾ ആയിട്ടുള്ള വർക്കൊന്നും സിസ്റ്റം അവിടെ നടത്തുന്നില്ല സ്വിച്ചിങ്ങിൻ്റെ സമയത്ത്. ഇനി മൂന്നാമത്തെ യൂണിറ്റ് ത്രെഡ്സ് ആൻഡ് കൺകറൻസി. 7th ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ എ പ്രോസസ് ആൻഡ് എ ത്രെഡ്. ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിക്യൂഷൻ നടത്തുന്ന ഒരു യൂണിറ്റിനാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിൻ്റേതായ മെമ്മറി സ്പേസ് ഉണ്ട്. ഇനി ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലൈറ്റ് വെയ്റ്റ് യൂണിറ്റ് ഓഫ് എക്സിക്യൂഷനാണ്. പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് എക്സിക്യൂഷൻ യൂണിറ്റും ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് യൂണിറ്റ് ഓഫ് എക്സിക്യൂഷനുമാണ്. ഒരു പ്രോസസ്സിന് ഉള്ളിലുള്ളതാണ് ത്രെഡ് എന്ന് പറയുന്നത്. ഇനി ഒരു സെയിം പ്രോസസ്സിലെ ത്രെഡ് സെയിം കോഡും ഡേറ്റയും റിസോഴ്സസും ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഓരോ ത്രെഡിനും അതിൻ്റേതായ സ്റ്റാക്ക് അല്ലെങ്കിൽ രജിസ്റ്റേഴ്സും ഉണ്ടായിരിക്കും. 8th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് മൾട്ടി ത്രെഡിങ്? ഒന്നാമത് റെസ്പോൺസീവ്നെസ്, അലോവിങ് എ പ്രോഗ്രാം ടു കണ്ടിന്യൂ റണ്ണിങ് ഈവൻ ഇഫ് എ പാർട്ട് ഓഫ് ഇറ്റ് ഈസ് ബ്ലോക്ക്ഡ്. അപ്പോൾ വിചാരിക്കുക നമ്മളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്തു, അതിൽ ഓരോ ഭാഗത്തിലും ഓരോ ത്രെഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അതിപ്പോൾ ഞാനൊരു സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിൽ ഒരു ത്രെഡ് ഉണ്ടായിരിക്കും, ഡൗൺലോഡ് ഓപ്ഷന് വേറൊരു ത്രെഡ് ഉണ്ടായിരിക്കും. അങ്ങനെ പല ത്രെഡ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ അതിപ്പോൾ ഒരു UI ബ്ലോക്ക് ആയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ബ്ലോക്ക് ആയില്ല, എൻ്റയർ വെബ്സൈറ്റ് ബ്ലോക്ക് ആവില്ല. അപ്പം സ്മൂത്ത് ആയിരിക്കും വെബ്സൈറ്റിൻ്റെ റണ്ണിങ് എന്ന് പറയുന്നത്. ഇനി റിസോഴ്സ് ഷെയറിങ് മെമ്മറി ഓർ റിസോഴ്സസ് ഓഫ് ദ പ്രോസസ്സസ്. എക്കോണമി, ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അതായത് നമ്മളൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അതേസമയം ത്രെഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈസിലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് കോസ്റ്റും കുറവായിരിക്കും. ഇനി സ്കെയിലബിലിറ്റി, യൂട്ടിലൈസിങ് മൾട്ടി പ്രോസസ്സർ ആർക്കിടെക്ചേഴ്സ് എഫക്റ്റീവ്ലി. ത്രെഡിങ് മൾട്ടി പ്രോസസ്സർ ആർക്കിടെക്ചർ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യും. എക്സ്പ്ലെയിൻ ദ മെനി ടു വൺ മൾട്ടി ത്രെഡിങ് മോഡൽ. മെനി ടു വൺ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ലെവലിൽ കുറേ ത്രെഡ്സ് ഉണ്ടായിരിക്കും. അതെല്ലാം കെർണലിലുള്ള ഒരു സിംഗിൾ ത്രെഡിലേക്കായിരിക്കും മാപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ത്രെഡ് മാനേജ്മെൻറ്റ് നടക്കുന്നത് യൂസർ സ്പേസിലായിരിക്കും. അതുകൊണ്ട് അത് എഫിഷ്യൻ്റാണ്. പക്ഷേ ഒരു ത്രെഡ് യൂസർ സ്പേസിൽ ഏതെങ്കിലും ഒരു ത്രെഡ് ഒരു ബ്ലോക്കിംഗ് സിസ്റ്റം കോൾ പെർഫോം ചെയ്യുവാണെങ്കിൽ എൻ്റയർ പ്രോസസ്സ് ബ്ലോക്കായി പോകും. അപ്പോൾ അതിന് പാരലൽ എക്സിക്യൂഷനോ മൾട്ടി കോർ സിസ്റ്റത്തിൽ പാരലൽ എക്സിക്യൂഷൻ നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇതിന് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പകരം നമ്മൾ വേറെ കുറേ പ്രോസസ്സുണ്ട്. മെനി ടു മെനി ഉണ്ട്, 2 ലെവൽ ഉണ്ട്, അങ്ങനെ കുറേ 1 to 1 ഉണ്ട്. അങ്ങനെ കുറേ മൾട്ടി ത്രെഡിങ് മോഡൽസും കൂടെ നോക്കണം. ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയത് ആകെ മെനി ടു 1 മാത്രമേ ഉള്ളൂ. അതും കൂടെ ഒന്ന് നോക്കണം. ഇനി 4th യൂണിറ്റ് എന്ന് പറയുന്നത് പ്രോസസ് ഷെഡ്യൂളിംഗ് ആണ്. എക്സ്പ്ലെയിൻ ദ ബേസിക് ഐഡിയ ഓഫ് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ്. റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടൈം സ്ലൈസ് കൊടുക്കുന്നുണ്ട്. ഒരു കൃത്യമായ ടൈം സ്ലൈസ് ഉണ്ട്. അപ്പോൾ പ്രോസസ്സ് ബേസ് ടൈം എത്ര കൂടുതലാണെങ്കിലും നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈം സ്ലൈസിൻ്റെ അത്രേ ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അതിനുശേഷം മിച്ചമുള്ളത് ബാക്കി എല്ലാ പ്രോസസ്സിൻ്റെ ആ ഓർഡറിൽ, അതായത് ഒരു റെഡി ക്യൂ ഉണ്ട്, ആ റെഡി ക്യൂവിൻ്റെ ഓർഡർ അനുസരിച്ചായിരിക്കും നമ്മൾ റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് നടത്തുന്നത്. അതാണ് is designed for a time sharing systems. Each process is assigned a small unit of CPU time called a time quantum. The CPU scheduler goes around the ready queue, allocating the CPU to each process for an interval up to 1 time quantum. അത് വേരി ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ 1 quantum ഞാൻ കൊടുത്തതേ ഉള്ളൂ. If a process exceeds this, it is preempted and put back in the queue. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബസ് ടൈം കൂടുതലാണെങ്കിൽ നമ്മളതിനെ വീണ്ടും ക്യൂവിലേക്ക് കൊണ്ടുപോയിട്ട് ബാക്കി പ്രോസസ്സിന് ശേഷം വീണ്ടും കൊണ്ടുവരും. How does a multi-level feedback queue work? ഇതിനൊരു ഡയഗ്രാം ഉള്ളതാണ് കേട്ടോ. മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പ്രയോറിറ്റീസ് ഉള്ള മൾട്ടിപ്പിൾ ക്യൂസ് യൂസ് ചെയ്യും. എന്താണ് ഡിഫറെൻറ്റ് പ്രയോറിറ്റീസ് ആയിരിക്കും ഡിഫറെൻറ്റ് പ്രയോറിറ്റീസ് ഉള്ള മൾട്ടിപ്പിൾ ക്യൂസ് യൂസ് ചെയ്യും.
പ്രോസസ് മൂവ് ബിറ്റ്വീൻ ക്യൂസ് ബേസ്ഡ് ഓൺ ദെയർ ബിഹേവിയർ. ഈ പ്രോസസ്സ് ഈ ക്യൂസിൻ്റെ അടുത്തൂടെ പോകുന്നത് അതിൻ്റെ ബിഹേവിയർ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ ഒരു പ്രോസസ്സ് ടു മച്ച് CPU ടൈം യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതിന് നമ്മൾ ലോ പ്രയോറിറ്റി ക്യൂവിലേക്ക് മാറ്റും. ഇനി കുറേ നേരമായിട്ടൊരു പ്രോസസ്സ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഒരു ലോവർ ക്യൂവിൽ നിന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ബൂസ്റ്റ് ചെയ്ത് ഹയർ പ്രയോറിറ്റി ക്യൂവിലേക്ക് വിടും. എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റാർവേഷൻ കുറയ്ക്കാൻ. കാരണം കുറേ തവണ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഡെഡ് ബ്ലോക്കും സ്റ്റാർവേഷനൊക്കെ നമ്മൾ പഠിച്ചാണല്ലേ. അപ്പം സ്റ്റാർവേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്യുന്നതിന് നമ്മൾ ബൂസ്റ്റ് ചെയ്ത് ഹയർ പ്രയോറിറ്റിയിലേക്ക് വിടും. ടു മച്ച് CPU ടൈം യൂസ് ചെയ്യുന്നതിന് നമ്മൾ ലോവർ പ്രയോറിറ്റി ക്യൂവിലേക്കും വിടും. ഓക്കെ.